നമ്മളിവിടെ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഒരു ട്രിപ്പിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെല്ലാവർക്കും അറിയാം, ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്, വളരെ രസകരമായിട്ടുള്ളതാണ്. കുട്ടികളുമായി ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരേ സ്കൂളിലുള്ള ഒരുപാട് കുട്ടികൾ ചേർന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുക എന്ന് വെച്ചാൽ വളരെ രസകരമായ ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. സമ്മർ വെക്കേഷൻ കെയിം ടു എൻ എൻഡ് ആൻഡ് ദ ഡേ ഓഫ് ദ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് ഫൈനലി അറൈവ്ഡ്. അപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടി തുറന്ന് അപ്പോൾ ഇവർ ഒരു ട്രിപ്പിന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ആ ദിവസം എത്തി, പോകാനുള്ള ദിവസം എത്തി. ഫോർ ദ സ്റ്റുഡൻറ്റ് ഇറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈവൻ്റ് അറ്റ് ടൊമോയ്. ഇപ്പോൾ ടൊമോയിലുള്ള കുട്ടികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ഇന്നാണ് ആ ദിവസമാണ് എത്തി, ആ ദിവസം അവർ പോവുകയാണ്. ദ ട്രിപ്പ് വാസ് ടു എ സീസൈഡ് സ്കൂൾ അറ്റ് എ പ്ലേസ് കോൾഡ് ടോയ് ഓൺ ദ ഇസു പെനിൻസുല ഇൻ ഷിസോക്വ. അപ്പോൾ ഷിസോക്വയിലുള്ള ഇസു പെനിൻസുലയിലെ ടോയ് എന്ന സ്ഥലത്തുള്ള ഒരു സീസൈഡ് സ്കൂളിലേക്കാണ് ഇവർ ട്രിപ്പ് പോകുന്നത്. ദർ വാസ് എ ഹോട്ട് സ്പ്രിംഗ് റൈറ്റ് ഇൻ ദ സീ. അവിടുത്തെ പ്രത്യേകത എന്താണ്? കടലിൽ ഹോട്ട് സ്പ്രിംഗ് ആണുള്ളത്, നല്ല ചൂട് വെള്ളമാണുള്ളത്. വേർ ദ ചിൽഡ്രൻ കുഡ് ബാത്ത്, സ്വിം ആൻഡ് ടേക്ക് എ ഹോട്ട് ബാത്ത്. അവിടെ കുട്ടികൾക്ക് നീന്താം, നല്ലൊരു കുളി തന്നെ നടത്താം. ദ ട്രിപ്പ് വുഡ് ലാസ്റ്റ് 3 days and 2 nights. അപ്പോൾ എത്ര ദിവസത്തേക്കാണ് ട്രിപ്പ് പോകുന്നത്? 3 ദിവസവും 2 രാത്രിയും. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഫാദർ ഹാഡ് എ വെക്കേഷൻ ഹോം ദർ. അപ്പോൾ അവരുടെ സ്കൂളിലുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ അവിടെ ഒരു വെക്കേഷൻ ഹോം ഉണ്ട്. വേർ ഓൾ 50 ഓഫ് ദ ടൊമോ സ്റ്റുഡൻസ് ഫ്രം ദ ഫസ്റ്റ് ടു 6th grades കുഡ് സ്റ്റേ. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള 50 കുട്ടികൾക്ക് അവിടെ താമസിക്കാം. ടോട്ടോ ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹെർ മദർ വുഡ് ലെറ്റ് ഹെർ ഗോ. അപ്പോൾ ടോട്ടോ ചാൻ എന്ന് പറയുന്നതാണ് കുട്ടീൻ്റെ കഥയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ടോട്ടോ ചാനിന് അറിയില്ല അവളുടെ അമ്മ ഈ ട്രിപ്പിന് പോകാൻ സമ്മതിക്കുമെന്ന് ഉള്ള കാര്യം അറിയില്ല. അമ്മ എന്തുകൊണ്ടാണ് സമ്മതിച്ചതെന്ന് നോക്കാം. മോം, മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്, ഷീ ആസ്ക്ഡ് ഹെസിറ്റൻ്റ്ലി. അപ്പോൾ അമ്മേനോട് ചോദിച്ചു, വളരെ മടിച്ചാണ് ചോദിച്ചു, സമ്മതിക്കുമെന്ന് അറിയില്ല, ഞാൻ പോട്ടെ. ബട്ട് ഹെർ മദർ ഹാഡ് ഓൾറെഡി ഗോട്ട് ദ ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ ആൻഡ് മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് ടു ലെറ്റ് ടോട്ടോ ചാൻ ഗോ. അപ്പോൾ അമ്മയ്ക്ക് ഹെഡ് മാസ്റ്റർ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അമ്മ അവളെ പോവാൻ അനുവദിച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ട് പോവാൻ അമ്മ തയ്യാറാണ്. മകൾ പോയിക്കോട്ടെ എന്നാണ് അമ്മ വിചാരിക്കുന്നത്. നമ്മൾക്ക് യാത്ര തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നതാണ്, ഹെഡ് മാസ്റ്റർ കുട്ടികൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും. അതാണ് സാധാരണ എല്ലാ സ്കൂളുകളും ചെയ്യുക. അപ്പോൾ ഇവിടെയും ഹെഡ് മാസ്റ്റർ കുട്ടികൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. നൗ ദെൻ സെഡ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ ഹാഡ് ഓൾ അസംബിൾഡ് ടു സ്റ്റാർട്ട് ദ ട്രിപ്പ്. അപ്പോൾ ട്രിപ്പ് പോകാൻ വേണ്ടി അവരെല്ലാവരോടും ഒത്തുചേർന്നിട്ടുണ്ട്. അന്നേരം ഹെഡ് മാസ്റ്റർ പറയാണ്, വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓൾ റൈറ്റ്, ഓഫ് വി ഗോ. അപ്പം ഹെഡ് മാസ്റ്റർ പറഞ്ഞ കാര്യമാണ് ആ ഡബിൾ കൊട്ടേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഹെഡ് മാസ്റ്റർ പറയുന്നത്, നിങ്ങൾ ആരും തന്നെ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ ട്രെയിനും ഷിപ്പിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, അപ്പോൾ ആരും തന്നെ നഷ്ടപ്പെടാൻ പാടില്ല, എന്നാൽ നമുക്കിനി പോകാം. ദാറ്റ് വാസ് ദ ഓൺലി ഇൻസ്ട്രക്ഷൻ ഹി ഗേവ്. Yet the children were amazingly well behaved in the train. ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എങ്കിലും എല്ലാവരും വളരെ ഡീസൻ്റായി, വളരെ നല്ല രീതിയിൽ വെൽ ബിഹേവ്ഡായി, അതായത് നല്ല രീതിയിൽ പെരുമാറി. ട്രെയിനിൽ അവർ നല്ല രീതിയിലാണ് പെരുമാറിയത്. Nobody ran up and down the cars and the only talking was done quietly among those sitting near each other. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊന്നും കളിച്ചില്ല. ട്രെയിനിൽ അവർ ചെയ്തെന്താണ്, അടുത്തിരിക്കുന്ന ആളോട് വളരെ മെല്ലെ സംസാരിക്കുക മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവർ നല്ല വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. The Tamil people had never been actually told how to behave in public, but somehow the school life had instilled into them the basics of decency and good behavior. അപ്പോൾ ടൊമോയിലുള്ള കുട്ടികൾ, പ്യൂപ്പിൾസ് എന്ന കുട്ടികൾ, ഹാഡ് നെവർ ബീൻ ആക്ച്വലി ടോൾഡ് ഹൗ ടു ബിഹേവ് ഇൻ പബ്ലിക്കിൽ പൊതുസ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ എല്ലാവരോടും എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം അവർക്ക് ശരിക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമില്ല, പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ അവർ ചേർന്ന സ്കൂളുകളിൽ ആ കാര്യങ്ങൾ അവർ പഠിച്ചെടുത്തു. ആ ഡീസൻസിയും നല്ല ബിഹേവിയറൊക്കെ അവർ ആ സ്കൂളിൽ നിന്ന് അവർ സ്വായത്തമാക്കിയിട്ടുണ്ട്. ദേ നെവർ ബുള്ളിഡ് അതേഴ്സ്, never took to unruly behavior, picked up litter wherever they found it,
ആൻഡ് നെവർ അനോയ്ഡ് ഓർ ഡിസ്റ്റർബ്ഡ് അതേഴ്സ്. അപ്പോൾ അവരെങ്ങനെയായിരുന്നു എന്നാണ്, അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, അവരാരെയും ഭീഷണിപ്പെടുത്തോ ഒരു ചീത്ത സ്വഭാവം കാണിക്കോ വേണ്ടാത്ത സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയോ അങ്ങനെയൊന്നും അവർ ആരെയും ഡിസ്റ്റർബ് ചെയ്യുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല. ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് വാസ് ടോട്ടോ ചാൻ. അപ്പോൾ ഏറ്റവും വലിയ സർപ്രൈസ് ആയിട്ടുള്ള കാര്യമാണ് ടോട്ടോ ചാൻ്റെ കാര്യമാണ് വളരെ അതിശയകരമായിട്ടുള്ളത്. ഇൻ ഹെർ ഓൾഡ് സ്കൂൾ ഷീ ഹാഡ് ഡൺ അൺഇമാജിനബിൾ തിങ്സ്. അപ്പോൾ അവളുടെ പണ്ടത്തെ സ്കൂളിൽ അവൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൾ ചെയ്തത്. ഷീ വുഡ് ഈവൻ ടോക്ക് ടു മ്യൂസീഷ്യൻസ് ഇൻ ദ സ്ട്രീറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ ഇൻ ദ മിഡിൽ ഓഫ് എ ക്ലാസ്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ അവൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ റോഡിലുള്ള മ്യൂസീഷ്യനോട്, അതായത് പാട്ടുകാരനോട് സംസാരിക്കും. At Tomoy, from her first day, she was attentive in class and did her lessons properly. പക്ഷേ ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൾ വളരെ ക്ലാസ്സിൽ അറ്റൻറ്റീവാണ്, ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്, ലെസണൊക്കെ വളരെ പ്രോപ്പറായി ചെയ്യുന്നുണ്ട്. ഇഫ് എനി ഓഫ് ദ ടീച്ചേഴ്സ് ഫ്രം ഹെർ ഓൾഡ് സ്കൂൾ സോ ഹെർ നൗ ദേ വുഡ് നോട്ട് ബിലീവ് ദെയർ ഐസ്. അപ്പം അവളുടെ മുമ്പുള്ള സ്കൂളിലെ ടീച്ചറെങ്ങാനും അവളെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ അവൾ വളരെ ശ്രദ്ധയോടെയാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. ആദ്യത്തെ പോലെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ സ്ട്രീറ്റിലുള്ള ആൾ നോക്കുന്നൊന്നുമില്ല, സംസാരിക്കുന്നൊന്നുമില്ല. ഷുവർലി ഇറ്റ്സ് നോട്ട് ടോട്ടോ ചാൻ ദേ വുഡ് ഹാവ് സെഡ്. അപ്പോൾ അവരെന്ത് പറയും? ഇത് തീർച്ചയായിട്ടും ടോട്ടോ ചാൻ അല്ല. ഇറ്റ് മസ്റ്റ് ബി സംബഡി എൽസ്. ഇത് വേറെ ആരോ ആണ്, ടോട്ടോ ചാൻ അല്ല എന്നവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയും. At Namazu, they embarked on a ship that was just like what they had all dreamed about. It was in a big ship. അപ്പോൾ ഇവർ സ്വപ്നം കണ്ടിരുന്ന ഒരു കപ്പലിൽ കയറാനൊക്കെ, അപ്പോൾ അവർ സ്വപ്നം കണ്ടതുപോലെ ഒരു കപ്പലിൽ ഇപ്പോൾ ഇവർ കയറി. നമാസുവിലാണ് അവർ കയറിയത്. ഇറ്റ് വാസിൻ്റെ, നമാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇറ്റ് വാസിൻ്റെ ബിഗ് ഷിപ്പ്, അത് വലിയൊരു കപ്പലൊന്നും ആയിരുന്നില്ല. ബട്ട് they were all so excited that they inspected every corner of the deck, pulling at and poking their hands into everything. അപ്പോൾ അവർ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു, ആകാംക്ഷയായിരുന്നു അവർക്ക് എന്തൊക്കെയാണ് കപ്പലിൽ എന്നുള്ള ആകാംക്ഷ കാരണം അവർ അവിടെയും ഇവിടെയൊക്കെ പിടിച്ച് വലിക്കുകയും തൊട്ട് വെക്കുകയൊക്കെ ചെയ്തു. ബട്ട് സൂൺ ദ സീ ബിക്കെയിം റഫ്. കടലൊന്ന് പരുക്കനായി. ടോട്ടോ ചാൻ ബിഗാൻ ടു ഫീൽ സിക്ക്. ടോട്ടോ ചാൻ ആണെങ്കിലോ ആ പെൺകുട്ടി അസുഖമായി. ആസ് ഡിഡ് സം അതേഴ്സ്. അതേപോലെ മറ്റുള്ളവർക്കും അസുഖം വന്ന്. വെൻ ദ ഷിപ്പ് റോക്ക്ഡ്, വൺ ഓഫ് ദ ഓൾഡർ ബോയ്സ് സ്റ്റുഡ് എമിഡ്ഷിപ്പ് ആൻഡ് റാൻ ഫ്രം വൺ സൈഡ് ടു ദ അതർ സീയിങ് ഊപ്സ്. അപ്പോൾ കപ്പൽ ആടി ഉലഞ്ഞ സമയത്ത് ഒരു കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഇറ്റ് വാസ് സോ ഫണ്ണി ദാറ്റ് ദ ചിൽഡ്രൻ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ് ഈവൺ ദോ ദേ ഫെൽറ്റ് സോ സിക്ക്. ഇത് വളരെ ഫണ്ണി ആയിരുന്നു, പക്ഷേ അവർക്ക് എന്താണ്, ദേ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ് ഈവൺ ദോ ദേ ഫെൽറ്റ് സോ സിക്ക്. സിക്കാണ് അവർക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി അവർക്ക് ചിരിക്കാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. വെൻ ദേ ഡിസെംബാർക്ക്ഡ്, ദ ഊപ്സ് ബോയ് ബിഗാൻ ടു ഫീൽ സിക്ക് ജസ്റ്റ് വെൻ എവറി വൺ എൽസ് ഹാഡ് റിക്കവേർഡ് ആൻഡ് വാസ് ഫീലിംഗ് ഫൈൻ. അപ്പം ബാക്കിയുള്ളവരെല്ലാവരും അസുഖത്തിൽ നിന്ന് പരിപൂർണമായി മാറിയ സമയത്ത് ഈ കുട്ടിക്ക് മാത്രം പുറത്തേക്ക് വന്നപ്പോൾ അസുഖം പിടിപെട്ട്. ദ സ്പാ അറ്റ് ടോയ് വാസ് ഇൻ എ ക്വൈറ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഓൺ ദ സീ സറൗണ്ടഡ് ബൈ വുഡഡ് ഹിൽസ്. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ്, ദ ടീച്ചേഴ്സ് ടുക്ക് ദ ചിൽഡ്രൻ ഡൗൺ ഫോർ എ സ്വിം ഇൻ ദ സീ. അപ്പോൾ ഇവർ കുറച്ച് നേരം ഈ ബ്യൂട്ടിഫുൾ വില്ലേജിൽ ടോയിൽ കുറച്ച് നേരം അവർ റെസ്റ്റ് എടുത്തതിന് ശേഷം അവർ നീന്താനായിട്ട് കടലിലേക്ക് ടീച്ചേഴ്സ് അവരെ കൊണ്ടുവന്നു. അപ്പോൾ ഈ ടോയ് എന്ന് പറയുന്നത് മനോഹരമായൊരു വില്ലേജാണ്. അവിടെ വുഡഡ് ഹിൽസാണ്. വുഡഡ് ഹിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു കുന്നിനെ സറൗണ്ട് ചെയ്തിട്ടുള്ളൊരു വില്ലേജാണ് ടോയ്. അപ്പോൾ അവിടെ അവർ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം കുട്ടികളെയും കൊണ്ട് ടീച്ചർ കടലിലേക്ക് സ്വിമ്മിങ്ങിന് കൊണ്ടുവന്നു. ഇറ്റ് വാസ് ഇൻ ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് സ്കൂൾ, സോ ദേ വോർ ദ സ്വിം സ്യൂട്ട്. അപ്പോൾ സ്കൂളിലുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ അല്ല, ഇതെന്താണ്? കടലാണ്. അപ്പോൾ ഇവർ സ്വിമ്മിംഗ് സ്യൂട്ടൊക്കെ ധരിച്ചിട്ടുണ്ട്. ദ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. ഇറ്റ് വാസ് നോട്ട് എൻക്ലോസ്, സോ ദർ വാസ് നോ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹോട്ട് സ്പ്രിംഗ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സീ. ഇപ്പോൾ കടലിൽ ആ സമയത്ത് ഹോട്ട് സ്പ്രിംഗ് ആണുള്ളത്, അത് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കടലിൽ തന്നെ എത്ര ഭാഗമാണ് ചൂടുള്ളത് അല്ലാത്തതെന്ന്
അറിയില്ല, സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വരയൊന്നുമില്ല. ഇഫ് യു ക്രൗച്ച് ഡൗൺ where you were told the hot spring was, the hot water came up to your neck. അപ്പോൾ എവിടെയാണോ ഹോട്ട് സ്പ്രിംഗ് ഉള്ളത് ആ ഭാഗത്ത് നിങ്ങൾ മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, താന്ന് നിന്നിട്ടുണ്ടെങ്കിൽ, മുട്ടുമടക്കി താന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴുത്ത് വരെ എന്തുണ്ടായിരിക്കും? ചൂടുവെള്ളമായിരിക്കും ഉണ്ടാവുക. ഇറ്റ് ഫെൽറ്റ് ലവ്ലി ജസ്റ്റ് ലൈക്ക് ബീങ് ഇൻ എ ഹോട്ട് ബാത്ത്. In those days, the seashore was so deserted, it was like being on their own private beach. അപ്പോൾ ഈ ചൂടുവെള്ളത്തിലുള്ള കുളി വളരെ രസകരമായിരുന്നു, വളരെ ലവ്ലി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ബീച്ചിലെ ആൾക്കാരൊന്നുമില്ല, വേക്കൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായി തോന്നി? ആ ബീച്ച് അവരുടെ ഒരു പ്രൈവറ്റ് ബീച്ചായി തോന്നി, അവർക്ക് സ്വന്തമായിട്ടുള്ള തോന്നി. അങ്ങനെ ഈ ഒരു ബാത്തിങ് കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്തു. ദ ചിൽഡ്രൻ റിവെൽഡ് ഇൻ ദീസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിംഗ് സീ ബാത്തിങ്. അപ്പോൾ ഇതൊരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, അൺയൂഷ്വൽ ആണ്, പതിവായി സംഭവിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു ഹോട്ട് സ്പ്രിംഗ് ഇവർ വളരെയധികം എൻജോയ് ചെയ്തു. ഈ സീ ബാത്തിങ് കുട്ടികൾ വളരെ എൻജോയ് ചെയ്തു. അതായത് റിവെൽഡ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്തു. ദേ എൻജോയ്ഡ് വെരി മച്ച്. When they got back to the house in the evening, after staying in the water so long, their fingers were a mass of wrinkles. അപ്പോൾ അവർ കുളിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം വെള്ളത്തിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കൈയൊക്കെ ചുക്കി ചുളിയും. അപ്പോൾ ഇവരുടെ കൈയും അതേപോലെ കുറേ നേരം വെള്ളത്തിൽ കളിച്ചതിനെ കൊണ്ട് കൈയൊക്കെ ചുളിഞ്ഞിട്ടുണ്ട്. Each night, once they were tucked into their quilt, the children took turns telling ghost stories. അപ്പോൾ അവർ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ കിടക്കുന്ന സമയത്ത് പുതപ്പിൻ്റെ ഉള്ളിൽ, നല്ല ചൂടുള്ള പുതപ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് കുട്ടികൾ തിരിഞ്ഞെടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ഗോസ്റ്റിൻ്റെ കഥ പറയാണ്, അതായത് പ്രേത കഥകളൊക്കെ പറയാണ്. അപ്പോൾ ടോട്ടോ ചാൻ ആൻഡ് ദ അതർ ഫസ്റ്റ് ഗ്രേഡേഴ്സ് ഗോട്ട് സോ ഫ്രൈറ്റൻഡ് ദാറ്റ് ദേ ക്രൈഡ്. ടോട്ടോ ചാൻ അതേപോലെ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ ഇത് കേട്ടിട്ട് പേടിച്ച് കരയാൻ തുടങ്ങി. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദ ടിയേഴ്സ് ദേ വുഡ് ആസ്ക് ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്. അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി അവർ ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത്, പിന്നെ എന്താണ് സംഭവിച്ചത്. കരയുകയും ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയാൻ ആകാംക്ഷയുണ്ട്, പേടിയുണ്ട്. Unlike camping inside the school and the bravery test, the 3-day stay at Toy Spa was a real life experience. ഇപ്പോൾ ടോയ് സ്പായിൽ ഉള്ള 3 ദിവസത്തെ ജീവിതം വളരെ രസകരമായിരുന്നു. ആ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വളരെ രസകരമായിരുന്നു. അത് സ്കൂളിലുള്ള ഒരു ക്യാമ്പ് പോലെയോ ബ്രേവറി ടെസ്റ്റ് പോലെയോ ഒന്നുമല്ല, വളരെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് അവർക്ക് നൽകിയത്. There was a forest full of cicadas and a shop where you could buy popsicles. അപ്പോൾ അവിടെ എന്താണ്, ഈ ഒരു തരം ജീവിയാണ് സിക്കാഡസ്. നല്ലൊരു വോയിസ് ഉണ്ടാക്കുന്ന, വലിയ വോയിസ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ജീവിയാണ്, ഇൻസെക്റ്റാണ്. അപ്പോൾ ഈ ഫോറസ്റ്റിൽ ഈ ഒരു ഇതിൻ്റെ ഒച്ച ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് ഐസിൻ്റെ ഒരു സ്റ്റിക്കിൻ്റെ മുകളിലുള്ള ഒരു ഐസ്, അതാണ് പോപ്സിക്കിൾസ്. അപ്പോൾ അതും അവർക്ക് വാങ്ങാൻ കഴിഞ്ഞു. ആൻഡ് ദേ മെറ്റ് എ മാൻ ഓൺ ദ ബീച്ച് ഹു വാസ് ബിൽഡിങ് എ ബിഗ് വുഡൻ ബോട്ട് ഓൾ ബൈ ഹിംസെൽഫ്. അപ്പോൾ ആ ബീച്ചിലൊരയാൾ സ്വയം ഒരു ബോട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഒരു വുഡൻ ബോട്ടാണ് അയാൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവരുടെ ജോലി എന്താണ്? ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്ഡ്. അത് ഒരു ബോട്ട് ഷേപ്പിൻ്റെ ആകൃതി തന്നെ ആയിട്ടുണ്ട്. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് ടു റൺ ഡൗൺ ടു ദ ബീച്ച് ടു സീ ഹൗ മച്ച് മോർ ഈ ഹാഡ് ഡൺ. അപ്പോൾ ഓരോ ദിവസവും രാവിലെ ഇവർ കടപ്പുറത്തേക്ക് ഓടിപ്പോയിട്ട് നോക്കുന്ന കാര്യം എന്താണ്? എത്രമാത്രം അയാൾ ചെയ്തിട്ടുണ്ട് പണി, തലേ ദിവസത്തിനെക്കാട്ടിലും എത്രമാത്രം കൂടുതൽ അടുത്ത ദിവസം ചെയ്തിട്ടുണ്ടെന്ന് നോക്കുകയാണ് ഇവരുടെ ജോലി. ദ മാൻ ഗേവ് ടോട്ടോ ചാൻ എ വെരി ലോങ് ആൻഡ് കേളി വുഡ് ഷേവിങ്. അപ്പോൾ ആ ബോട്ട് ഉണ്ടാക്കുന്ന അയാൾ ടോട്ടോ ചാന് ഒരു എന്താ പറയുക, കേളി ആയിട്ടുള്ള ഒരു വുഡ് ഷേവിങ് കൊടുത്തു. അതായത് മരത്തിൻ്റെ ഒരു കഷ്ണം, നല്ലൊരു പീസ് ആ കുട്ടിക്ക് കൊടുത്തു. ഹൗ എബൌട്ട് എ സോവനിയർ ഫോട്ടോഗ്രാഫ് ആസ്ക് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ വർ ടു ലീവ്. അപ്പോൾ അവർ ആ സ്ഥലത്തുനിന്ന് പോവാണ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ ചോദിച്ചു, നമുക്കൊരു ഫോട്ടോഗ്രാഫ് വേണ്ടേ, എല്ലാവരും കൂടെ ഉള്ളൊരു ഫോട്ടോഗ്രാഫ് വേണ്ടേ. ദേ ഹാഡ് നെവർ ഹാഡ് എ ഫോട്ടോഗ്രാഫ് ടേക്കൺ ഓഫ് ഓൾ ഓഫ് ദം ടുഗദർ ആൻഡ് ദ ചിൽഡ്രൻ വെർ എക്സൈറ്റഡ് അറ്റ് ദ ഐഡിയ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഐഡിയ കേട്ടപ്പോൾ കുട്ടികൾ എക്സൈറ്റഡ് ആയി. നോ സൂണർ വാസ് ദ ഹെഡ് മാസ്റ്റർ റെഡി വിത്ത് ഹിസ് ക്യാമറ ദെൻ സംവൺ ഹാഡ് ഗോൺ ടു ദ ടോയ്ലറ്റ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ ക്യാമറയ്ക്ക് ആയിട്ട് റെഡി ആയിട്ടില്ല, അപ്പോഴത്തേക്കും എടുത്ത് വരികയാണ്. അപ്പോഴത്തേക്കും എന്താണ്, ചിലർ ടോയ്ലറ്റിലൊക്കെ പോയി. ദെൻ സംവൺ എൽസ് ഹാഡ് ഹിസ് ജിം ഷൂസ് ഓൺ ദ റോങ് ഫീറ്റ്
ആൻഡ് ഹാഡ് ടു ചേഞ്ച് ദം അറൗണ്ട്. ചിലരാണെന്നുണ്ടെങ്കിൽ തെറ്റായ കാലിലാണ് ഷൂ ഇട്ടത്. അപ്പം നിലത്തിരുന്ന് അതൊക്കെ ശരിയാക്കുകയാണ്. വെൻ ഹി ഫൈനലി സെറ്റ് ഈസ് എവരി വൺ റെഡി. അങ്ങനെ അവസാനം ഹെഡ് മാസ്റ്റർ പറഞ്ഞു എല്ലാവരും റെഡി അല്ലേ. അന്നേരം 1 or 2 ഓഫ് ദ ചിൽഡ്രൻ വേർ ലൈങ് ഓൺ ദ ഗ്രൗണ്ട്. ഒന്നോ രണ്ടോ കുട്ടികൾ ആ ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. ദേ ഹാഡ് ബിക്കം ടയേർഡ് ഓഫ് ഹോൾഡിങ് ദ പോസസ് സോ ലോങ്. അവർ കിടക്കാൻ കാരണം എന്താണ്, കുറേ നേരം ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ട് അവർ ക്ഷീണിതരായിട്ടുണ്ട്. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഗെറ്റിംഗ് എവരി വൺ റെഡി ഫോർ ദ ഫോട്ടോഗ്രാഫ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും കൂടെ റെഡി ആവുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ചിലർ ഷൂ ഇട്ടിട്ടുണ്ടാവില്ല, ചിലർ ടയേർഡായി കുറേ നേരം പോസ് ചെയ്തിട്ട്, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ്. ദ ഹോൾ പ്രോസസ് ടുക്ക് എ വെരി ലോങ് ടൈം. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് കുറേ സമയം എടുത്തു. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നൊരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ കുറേ സമയം എടുത്തു. ബട്ട് ദാറ്റ് ഫോട്ടോഗ്രാഫ് വിത്ത് ദ സീ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഈ ചൈൽഡ് പോസിങ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഫാൻസി ബിക്കെയിം എ ട്രഷേർഡ് പൊസഷൻ ഫോർ ഈച്ച് ഓഫ് ദം. അപ്പോൾ ഓരോരുത്തരും അവനവന് ഇഷ്ടമുള്ള രീതിയിലാണ് പോസ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളത് എന്താണ്, കടലും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫ് ഓരോരുത്തർക്കും എന്താണ്, ഒരു ട്രഷർ തന്നെയാണ്, ഒരു അമൂല്യ നിധി തന്നെയാണ്. വൺ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് മെമ്മറീസ് വുഡ് ഫ്ലഡ് ബാക്ക്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എന്താണ്, ആ ഓർമ്മ വരും. ഞാൻ പണ്ട് പോയ സ്ഥലമല്ലേ, അങ്ങനെയുള്ള ഓർമ്മകൾ തിരിച്ചു വരും. ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. അപ്പോൾ ടോട്ടോ ചാൻ ആണെങ്കിലോ ഒരിക്കലും ഈ ആദ്യത്തെ ഒരു സമ്മർ വെക്കേഷൻ, മനോഹരമായ എന്താ പറയുക ഹാപ്പി ആയിട്ടുള്ള ഈ സമ്മർ വെക്കേഷൻ അവൾ ഒരിക്കലും മറക്കില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ പല ട്രിപ്പുകളും പോവുക. ആ ഓർമ്മകൾ എപ്പോഴും നമുക്കൊരു വലിയ ട്രഷർ തന്നെയാണ്. ഇവിടെ ടോട്ടോ ചാന് അവളുടെ സ്വപ്നമായ എന്താണ്, ബോട്ടിൽ കയറുക, ചൂടുവെള്ളത്തിൽ കുളിക്കുക, സീ ബാത്തിങ് നടത്തുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവൾ ചെയ്തു. അപ്പോൾ ആ ഒരു ഓർമ്മ എല്ലാവരും കൂടെയുള്ള ഒരു ഫോട്ടോഗ്രാഫ് വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോരുത്തർക്കും എന്താണ് ജീവിതത്തിൽ വളരെ അമൂല്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാതിരിക്കുക.